ഇതുപോലെ ഭ്രാന്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. എനിക്കൊരു പ്രശ്നമുണ്ട്. അതായത് മഴ കൊള്ളാൻ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ഞാൻ കൊള്ളും. ഇപ്പോൾ ഉണ്ട് ഈ മഴയത്ത് ഞാനിതാ കാറ് കഴുകാൻ വേണ്ടി നിൽക്കുക. ഞാൻ മഴക്കാലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. മഴയത്ത് നമ്മൾ കാറ് കഴുകുകയാണെങ്കിൽ അതിൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് വഴക്ക് വെക്കാതെ മഴ കൊള്ളാം. പിന്നെ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കാറ് കഴുകുക. പ്രത്യേകിച്ചും ബ്ലാക്ക് കളർ കാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് സോപ്പിട്ട് അടുത്ത ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ എത്ര ആയാലും വൃത്തിയാൽ ആ ഒരു വൈറ്റ് സ്പോട്ട്സ് വരും. അപ്പോൾ മഴക്കാലത്ത് അങ്ങനെ ഉണങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമില്ല. അതൊരു ബെനിഫിറ്റാണ്. അതായത് ആ വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത്. വെള്ളത്തിൻ്റെ ചിലവ് വളരെ കുറച്ച് മതി. വാട്ടർ വേസ്റ്റേജ് കുറഞ്ഞ് കിട്ടും എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം, ഇതൊരു നാച്ചുറൽ തെറാപ്പി കൂടെ അല്ലേ. നമുക്ക് നല്ല സ്ട്രെസ്സൊക്കെ ഉള്ള ടൈമിൽ ഈ മഴയൊക്കെ കൊള്ളുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീലിൽ, അതായത് ഇത് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പുതുമഴ കൊള്ളാൻ പറ്റില്ല. നന്നായിട്ട് മഴ പെയ്യുന്ന സീസണിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് മഴ കൊള്ളാം. പിന്നെ പലരും പറയും മഴ കൊണ്ടാൽ പനി വരും, അസുഖം വരും. നമ്മൾ കൊള്ളാതെ മഴ കൊണ്ട് ശീലിക്കാതെ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ വളരെ കുറച്ച് മഴ കൊള്ളുമ്പോഴൊക്കെയാണ് അസുഖം വരിക. നന്നായിട്ട് പെയ്യുന്ന മഴ കൊണ്ടാലും ഒരു പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ കൊള്ളണം എന്നാണ് പറയാം. പിന്നെ വേറെ സംഭവം, ഇവിടെ ഇപ്പം നെയ്ബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ഇവനെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കും. സത്യത്തിൽ ഇതൊരു വട്ടാണ്. പക്ഷേ ഇതുപോലത്തെ വട്ടൊക്കെ നമുക്ക് ആവശ്യമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രേസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇതുപോലെ വട്ട് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ മില്യൺസ് അടിച്ചേനെ. അപ്പോൾ ഫോളോ ചെയ്യാൻ മടിക്കേണ്ട. ഇറ്റ്സ് മീൻ ഈസ് നെക്സ്റ്റ് മീറ്റ് യു. അയ്യോ ഇത് വാഷ് ചെയ്ത് കഴിയട്ടെ.